നന്ദേട്ടൻ അങ്ങ് അല്പം മുമ്പ് വിഘടനവാദത്തെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ നിന്ന് ഒരു മഹാമനീഷി അവിടെ ചെന്ന് സ്വന്തം രാഷ്ട്രത്തെക്കുറിച്ച് അഭിമാന പുരസ്കാരം പറയുന്നു, സ്വന്തം ധർമ്മത്തെക്കുറിച്ച് അഭിമാനത്തോടെ പറയുന്നു. ഇന്നൊരു നേതാവ് അതേ മണ്ണിൽ ചെന്നിരുന്ന ഇവിടെ ഇല്ലാത്ത വിഘടനവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഹിന്ദിയും മറ്റു ചില ഭാഷകളും തമ്മിൽ ഇവിടെ വലിയ പ്രശ്നമാണെന്ന് പറയുന്നു. സിഖുകാർക്ക് തലപ്പാവും കിർപ്പാണും ധരിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പറയുന്നു. എന്തൊരു വൈരുദ്ധ്യമല്ല! തീർച്ചയായിട്ടും ഈ ഇത്തരമൊരു സുന്ദരവും അഭിമാനകരവുമായ ദിവസം ഉച്ചരിക്കാൻ പോലും അർഹതയില്ലാത്തൊരു നാമധേയക്കാരനെ ഒരു വ്യക്തിയെക്കുറിച്ചാണ്, പേരുച്ചരിക്കാൻ പോലും അർഹതയില്ലാത്തൊരു വ്യക്തിയെക്കുറിച്ചാണ് അങ്ങിപ്പോൾ ചോദിച്ചത്. സത്യത്തിൽ എനിക്ക് ലജ്ജയുണ്ട് ആ വ്യക്തിയെക്കുറിച്ച് പറയുന്നതിൽ. ആ മനുഷ്യൻ ആരുടെ പ്രേരണയ്ക്ക് വശംവദനായിട്ടാണ് ഇങ്ങനെ ഭാരത വിരുദ്ധ പ്രസംഗങ്ങൾ നടത്തി ലോകമെമ്പാടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്നലെ ഒരു പാശ്ചാത്യ പത്രം തന്നെ എഴുതുകയുണ്ടായി, ഈ വ്യക്തി ഭാരതീയനാണോ അതോ പാകിസ്ഥാനിയാണോ എന്ന്. ഭാരതത്തിനെതിരായി എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ തോന്നുന്നത് എന്ന് പാശ്ചാത്യ രാഷ്ട്രങ്ങൾ പോലും പുച്ഛിക്കുന്ന വിധത്തിലൊരു കോമാളി വേഷം കെട്ടി ഈ നടക്കുന്ന ആൾക്കു പിന്നിലുള്ള അപകടത്തെക്കുറിച്ചാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. ഇന്ന് സ്വാമിജിയിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് ഭാരതം ഒരാധുനിക നരേന്ദ്രനിലൂടെ മുന്നേറാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെ എല്ലാ അർത്ഥത്തിലും തകർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം, അതിന് അമേരിക്കയിൽ നിന്ന് സഖ്യകക്ഷികളെ തേടാൻ, അതിനെ പിന്തുണയ്ക്കാൻ ഭാരതത്തിൻ്റെ നിതാന്ത വൈരിയായ ചൈന, നിതാന്ത വൈരിയായ പാകിസ്ഥാൻ, ഇതിനോടെല്ലാം സഖ്യം ചേരാൻ തയ്യാറായിക്കൊണ്ട് ഇങ്ങനെ ലോകം ചുറ്റുന്ന ഈ ഭാരതീയനെന്ന് പറയാൻ പോലും അർഹതയില്ലാത്ത ആ വ്യക്തി, ഞാൻ പറഞ്ഞ പാശ്ചാത്യ പത്രം പറഞ്ഞതുപോലെ വെദർ ഹീ ഈസ് എൻ ഇന്ത്യൻ ഓർ എ പാകിസ്ഥാനി എന്നാണ് അവർ ചോദിച്ചത്. ആ നിലയിലുള്ള ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ഇത്തരമൊരു സന്ദർഭത്തിൽ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യണോ എന്നെനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ദയവായി എന്നെ ഈ ദിവസം അതേക്കുറിച്ച് പറയാൻ പ്രേരിപ്പിക്കരുത്. ഒന്ന് മാത്രം ഭാരതീയർ മനസ്സിലാക്കുക, നമ്മൾ പ്രേരണ ഉൾക്കൊള്ളേണ്ടത് സ്വാമി വിവേകാനന്ദനിൽ നിന്നാണ്. ഒരുമയുടെ സന്ദേശവാഹകനായ, ഐക്യത്തിൻ്റെ സന്ദേശവാഹകനായ, സർവധർമ്മ സ്വീകരണത്തിൻ്റെ വക്താവിനെ നിന്ന് പ്രേരണ ഉൾക്കൊള്ളുക. വിഭജനം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരെ ജാതിയുടെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, വിശ്വാസ പ്രമാണങ്ങളുടെ പേരിൽ ഭാരതത്തിൽ വീണ്ടും വിഭജനം വരുത്തിവെക്കാൻ ശ്രമിക്കുന്നവരെ തള്ളിക്കളയുക. അതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് പറയാനുള്ളത്.